നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. തോമസ് ഉണ്ണിയാടൻ ജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയാണെന്നും ഇനിയും ഇരിങ്ങാലക്കുടയിൽ അദ്ദേഹത്തെ പരീക്ഷിക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ അസിസ്റ്റന്റുമാരുടെ യോഗത്തിനെത്തിയ AICC ജനറൽ സെക്രട്ടറി PV മോഹനന് മുൻപിലാണ് യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ ആവശ്യം ഉന്നയിച്ചത്. യോഗത്തിൽ പങ്കെടുത്ത ബൂത്ത് ലെവൽ അസിസ്റ്റന്റുമാരും ആവശ്യത്തെ പിന്തുണച്ചു. KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൾ ഹക്ക് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം കൃത്യമായി നേതൃത്വത്തിന് മുൻപിൽ അറിയിക്കാമെന്ന് ഉറപ്പ് നൽകിയാണ് AICC ജനറൽ സെക്രട്ടറി PV മോഹനൻ മടങ്ങിയത്. റോഡ് വികസനത്തിന്റെ ഭാഗമായി ഢാണ ചന്തക്കുന്ന് റോഡ് മുന്നറിയിപ്പില്ലാതെ അടച്ചു. നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷം, വലഞ്ഞ ജനം. കഴിഞ്ഞ ദിവസമാണ് ഗതാഗത നിയന്ത്രണങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളെയോ പൊതുജനങ്ങളെയോ അറിയിക്കാതെ ഢാണ മുതൽ ചന്തക്കുന്ന് വരെയുള്ള റോഡ് പൊളിക്കാൻ ആരംഭിച്ചത്. ഇതോടൊപ്പം റോഡിന്റെ കിഴക്കുവശത്ത് കാന നിർമ്മാണവും നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ഢാണ മുതൽ പൂതംകുളം വരെയുള്ള റോഡിലെ കോൺക്രീറ്റിംഗ് നടക്കുന്നതിനാൽ ഈ റോഡിലൂടെയും വാഹന ഗതാഗതം അനുവദിക്കുന്നില്ല. ചന്തക്കുന്ന് മുതൽ പൂതംകുളം ജംഗ്ഷൻ വരെയുള്ള റോഡിലൂടെ ഗതാഗതം നിരോധിച്ചതോടെ ജനറൽ ആശുപത്രിയിലേക്ക് വരുന്നവർ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര ഏറെ ദുഷ്കരമായി. റോഡ് നിർമ്മാണം നടക്കുന്നയിടങ്ങളിൽ ഒരു വശത്തുകൂടി വാഹന ഗതാഗതം അനുവദിച്ചിരുന്നു. ഡാണാവിൽ കൾവറ്റ് നിർമ്മാണം നടക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. ഫലത്തിൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് മാത്രമാണ് ഗതാഗതം തടസ്സമില്ലാതെ നടക്കുന്നത്. എന്നാൽ ഇട റോഡുകളിൽ വാഹനങ്ങൾ കയറി വരുന്നത് മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. മുന്നൊരുക്കങ്ങളോ മുന്നറിയിപ്പോ ഇല്ലാതെ നഗരത്തിലെ പ്രധാന ജംഗ്ഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകാത്തതിനെ തുടർന്ന് തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന സ്വകാര്യ ബസ്സുകൾ ക്രൈസ്റ്റ് കോളേജ് റോഡ് വഴി ബസ് സ്റ്റാൻഡിലെത്തി പല വഴികളിലൂടെയാണ് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്നത്. നഗരത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷൻ അടച്ചിട്ടുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വ്യക്തമായി ദിശാബോർഡുകൾ സ്ഥാപിക്കാനും ഗതാഗത നിയന്ത്രണത്തിനാവശ്യമായ പോലീസിനെ വിന്യസിക്കാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ പ്രശ്നപരിഹാരമുണ്ടാകൂവെന്ന അഭിപ്രായമാണ് ജനങ്ങളിൽ നിന്നും ഉയരുന്നത്. SKSSF തൃശൂർ ജില്ലാ കമ്മിറ്റി ജനുവരി 26-ന് കോണത്തുകുന്നിൽ സംഘടിപ്പിക്കുന്ന മനുഷ്യജാലികയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ പ്രസിഡന്റ് ഷരീഫ് ദാരിമി, സംഘാടക സമിതി ചീഫ് കോർഡിനേറ്റർ ഷഹീർ ദേശമംഗലം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 4-ന് കരുപ്പെടുന്ന സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ദേശീയോദ്ഗ്രഥന റാലിയോടെ ആരംഭിച്ച് കോണത്തുകുന്ന് സെന്ററിൽ ജാലിക സംഗമത്തോടെ സമാപിക്കും. മനുഷ്യജാലിക പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ കണ്ണന്തള്ളി പ്രഭാഷണം നടത്തും. കരുപ്പെടുന്ന സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിക്കുന്ന റാലി സമസ്ത ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അബൂബക്കർ ഫൈസി ചെങ്ങമനാട് ഫ്ളാഗ് ഓഫ് ചെയ്യും. SKSSF ജില്ലാ ജനറൽ സെക്രട്ടറി മുനവർ ഫൈറൂസ് ഖുദ്വി, വർക്കിംഗ് സെക്രട്ടറി ഹുസൈൻ ദേശമംഗലം, ട്രഷറർ അലിയാർ കടലായി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന പ്രമേയത്തിൽ കഴിഞ്ഞ 19 വർഷത്തിലേറെയായി നടന്നുവരുന്ന മനുഷ്യജാലിക കേരളത്തിനകത്തും പുറത്തുമായി 60-ൽ ചില്ലാനം കേന്ദ്രങ്ങളിൽ മനുഷ്യജാലിക തീർക്കുകയാണ്. രാജ്യത്തിൻ്റെ മതേതരത്വം, അതുപോലെ തന്നെ വർഗീയതയ്ക്കെതിരെയുള്ള പ്രതിജ്ഞ എല്ലാം പുതുക്കിക്കൊണ്ട് എല്ലാ സമൂഹവും, പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ ആളുകളും, അതുപോലെ തന്നെ വിവിധ മത രാഷ്ട്രീയ നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന മനുഷ്യജാലിക ഈ വർഷം നടക്കുന്നത് വെള്ളാങ്ങല്ലൂർ അടുത്ത കോണത്തുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. വൈകുന്നേരം 4 മണിക്ക് പള്ളിനട കരുപ്പെടുന്ന സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കോണത്തുകുന്ന് സെൻറ്ററിൽ സമാപിക്കുന്ന സ്നേഹസന്ദേശ റാലിയും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനവും ജാലിക തീർക്കലും പ്രതിജ്ഞ പുതുക്കലുമാണ്. ബഹുമാന്യനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്
വി ഡി സതീശൻ സാറാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെറുകഥാകൃത്ത് കെ രേണുക, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം സെബ മൂൺ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സ്കൂൾ മാനേജർ രുക്മിണി രാമചന്ദ്രൻ, PTA പ്രസിഡന്റ് അനിത് വി, മുനിസിപ്പൽ കൗൺസിലർ ശ്രീലക്ഷ്മി മനോജ്, മാനേജ്മെന്റ് പ്രതിനിധി BPR മേനോൻ, OSA പ്രസിഡന്റ് അഡ്വക്കേറ്റ് KG അജയ്കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഹെഡ്മിസ്റ്റർ സീന KP സ്വാഗതവും സീനിയർ HSST ശ്രീജിത്ത് OS നന്ദിയും പറഞ്ഞു. പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്നും പോയിട്ടുണ്ട്. അവരെയൊക്കെ ഇത്തരുണത്തിൽ നമ്മൾ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യാണ്. നമ്മളോട് വിട പറഞ്ഞത് നമ്മുടെ പ്രിയ ഗായകൻ ജയചന്ദ്രനാണ്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ സാംസ്കാരിക എല്ലാ പരിപാടികളും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോരുന്നുണ്ട് എന്നുള്ളതും റിപ്പോർട്ടിൽ വായിക്കാൻ സാധിച്ചു. വേറൊരു കാര്യം എന്താ വെച്ചാൽ കുട്ടികളുടെ ഇന്ന് നമുക്കറിയാം, നമ്മളെല്ലാവരും അണുകുടുംബത്തിലാണ് ജീവിക്കുന്നത്. അച്ഛനും അമ്മയും മക്കളും ഞാനടങ്ങുന്ന കുടുംബം പോലും ഒരു സ്വാർത്ഥതാ മനോഭാവത്തോടു കൂടിയാണ് പോകുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സ്കൂളുകളിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തനക്ഷമതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ പറയുകയുണ്ടായി, ഇവിടെ കുട്ടികൾ പാവപ്പെട്ട ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കാനുള്ളൊരു സന്നദ്ധത പ്രകടിപ്പിച്ചു. അതൊക്കെ അവരുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്കും മനുഷ്യത്വപരമായിട്ടുള്ള സമൂഹത്തിൽ പെരുമാറാനും ഉള്ള ഒരു അവസരം കൂടിയാണ്. ഇത് തന്നെയായാലും ഏതൊരു പ്രവൃത്തിയുടെ പിന്നിലും, നല്ലൊരു പ്രവൃത്തിയുടെ പിന്നിലും കഠിനാധ്വാനം ചെയ്യുന്ന അണിയറ പ്രവർത്തകരുണ്ടായിരിക്കും. അതിൽ പെട്ടവരാണ് ഇവിടുത്തെ ടീച്ചേഴ്സും അതുപോലെ തന്നെ രക്ഷാകർത്താക്കളും കുട്ടികളും എല്ലാവരും കൂടിച്ചേർന്ന് വരുമ്പോഴാണ് നല്ലൊരു സമൂഹം നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുക. അത് ഇവിടെ സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇരിങ്ങാലക്കുട EKN വിദ്യാഭ്യാസ ഗവേഷണ വികസന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക സംഘടനകളായ KSTA-യുടെയും AKP-CTA-യുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച CJ ശിവശങ്കരൻ മാസ്റ്റർ അനുസ്മരണവും അധ്യാപക സംഗമവും SN ക്ലബ് ഹാളിൽ കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട EKN വിദ്യാഭ്യാസ ഗവേഷണ വികസന കേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ മാത്യു പോൾ ഊക്കൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള സാക്ഷരതാ മിഷൻ ഡയറക്ടർ ഡോക്ടർ AG ഒലീന അനുസ്മരണ പ്രഭാഷണം നടത്തി. റിട്ടയേർഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ TV മദനമോഹനൻ, മുൻ MLA പ്രൊഫസർ KU അരുണൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി ഡോക്ടർ CL ജോഷി, KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി, ഡോക്ടർ വിപിൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുട EKN വിദ്യാഭ്യാസ ഗവേഷണ വികസന കേന്ദ്രം സെക്രട്ടറി ഡോക്ടർ സോണി ജോൺ T സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി P ഗോപിനാഥ് നന്ദിയും പറഞ്ഞു. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്ന വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം എല്ലാവർക്കും ജാതി മത ഭേദമന്യേ കൊടുക്കണം എന്ന് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള, അയ്യങ്കാളിയെ പോലെയുള്ള, അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള, സീതി തങ്ങളെ പോലെയുള്ള, ചാവറ അച്ഛനെ പോലെയുള്ള, അതേപോലെ തന്നെ ബേസൽ ഇവാഞ്ചലിക് മിഷൻ പോലെയുള്ള സ്ഥാപനങ്ങളുടെ എല്ലാം പ്രവർത്തന ഫലമായിട്ടാണ് കേരളം വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിലെത്തിയത്. അതിൻ്റെ ഭാഗമായുള്ള ഡെവലപ്മെൻറ്റ്സാണ് പിന്നീട് വന്നത് മുഴുവൻ. പക്ഷേ അപ്പോഴും നമ്മുടെ കേരളം പല കാര്യങ്ങളിലും പിന്നാക്കമായിരുന്നു. ക്ഷേത്രങ്ങളിൽ കൊള്ള നടന്നാലും, വീടുകളിൽ കൊള്ള നടന്നാലും, ബാങ്കുകളിൽ കൊള്ള നടന്നാലും കൊള്ള മാത്രമാണ്. പരിശുദ്ധ അയ്യപ്പൻ്റെ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി അല്ലെങ്കിൽ മറ്റ് പണം തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് കൊള്ള മാത്രമാണ്. അതിന് പരിശുദ്ധിയൊന്നുമില്ല. ആ രീതിയിലല്ല ഇപ്പോൾ കാണുന്നത് അതിനെ മതവികാരം ഉണർത്തിവിട്ട് ഒരു സെക്റ്റിൻ്റെ മാത്രമാക്കി മാറ്റി അതിനകത്ത് നിന്ന് വോട്ട് തട്ടിയെടുക്കാൻ പറ്റുമോ, അയ്യപ്പനെ ഞങ്ങളുടേതാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ചർച്ചയാണ് ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നത്. ഇരിങ്ങാലക്കുട കഥകളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള രംഗകലാ കോൺഫറൻസിൽ കൂടിയാട്ട ആചാര്യൻ കുട്ടൻ ചാക്യാർ തിരിതെളിയിച്ചതോടെ രണ്ടാം ദിന പരിപാടികൾക്ക് തുടക്കമായി. നാട്യശാസ്ത്രത്തിലെ
പൂർവരം വിധി കേരളീയ രംഗകലകളിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ CK ജയന്തി പ്രബന്ധം അവതരിപ്പിച്ചു. കൂടിയാട്ടത്തിലെ ചതുർവിധാഭിനയം, ആംഗികം, സാത്വികം എന്നീ വിഷയത്തിൽ ഡോക്ടർ അപർണ നങ്ങ്യാരും സരിത കൃഷ്ണകുമാറും ചേർന്ന് ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു. നാട്യശാസ്ത്രത്തിലെ അഭിനയ പ്രമാണങ്ങളും കൂടിയാട്ടത്തിലെ അഭിനയ രീതികളും കാലാനുഗതമായി വന്ന പരിണാമങ്ങളും സവിശേഷതകളും എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയ്ക്ക് കലാമണ്ഡലം കൃഷ്ണേന്ദു നേതൃത്വം നൽകി. ഉഷ നങ്ങ്യാർ അവതരിപ്പിച്ച അഹല്യ നങ്ങ്യാർ കൂത്ത്, മാർഗി മധു ചാക്യാരും സംഘവും അവതരിപ്പിച്ച തോരണയുദ്ധം, മൂന്നാം ദിവസം കൂടിയാട്ടം എന്നിവ അരങ്ങേറി. അവർ ഓടിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ജർജരം പതാകയല്ല, കാരണം പതാക എന്നാണ് ഒഴുക്കി പറയാറ്. സംസ്കൃതത്തിൽ ജർജരം ഒരു ദണ്ഡാണ്. അപ്പോൾ ആ ദണ്ഡായിരിക്കാം കൊണ്ട് സ്ഥാപിക്കണം കഴിയുന്നത് വരെ. ഇതൊരു യജ്ഞമാണ്. ഈ യജ്ഞത്തിൻ്റെ വിഘ്നമായ വിഘ്നങ്ങളില്ലായ പരിസമാപ്തി വരെ ഈ ദണ്ഡാണ് ഇതിൻ്റെ രക്ഷകൻ എന്നുള്ള തരത്തിലാണ് ഈ ഗർജനത്തിനെ സ്ഥാപിക്കുന്നത്. കൂടിയാട്ടത്തിൽ അങ്ങനെ ഗർജനം എന്നുള്ളത് നമ്മൾ ഗണപതിയായി സങ്കല്പിച്ചുകൊണ്ടാണ് അതിനെ ചെയ്യുന്നത്. പ്രരോചന എന്നുള്ള ഒരു അംഗമാണ്. ഈ പ്രരോചന എന്നുള്ള അംഗത്തിൽ കാവ്യാർത്ഥത്തിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. കാവ്യാർത്ഥത്തിനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാടകഭാഗം തുടങ്ങുമ്പോൾ നമ്മളുടെ പുറപ്പാടിന് ഇപ്പോൾ സംരക്ഷിതമൊന്നും ഇല്ലാതെ സൂത്രധാരണം, നാടകത്തിലെ സൂത്രധാരണം പുറപ്പാടുമ്പോൾ അതിൻ്റെ അവസാനം എന്നുള്ളത് ഇതുപോലെ നാടകഭാഗത്തെ ഇതിലേക്ക് യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി ഒന്നും പറയാം, ത്രികഥം എന്നുള്ളത് ഇനിയിപ്പോൾ കൂടിയാട്ടത്തിൽ വരെ വേണമെന്നുണ്ടെങ്കിൽ അത് ഉള്ളത് ഈ നടി സൂത്രധാരൻ നടിയിൽ നിന്നൊരു സംഭാഷണമാണ്. അത് നാടകത്തിലുള്ളതാണ്. അപ്പോൾ അത് ഇപ്പം അങ്ങനെ അധികം കാണാറില്ല. ഇരിങ്ങാലക്കുട കൂടക്കര ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ നാഗദേവതകൾക്ക് പൂജ, അഷ്ടനാഗ കളമെഴുത്തുപാട്ട് എന്നിവ നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.